അമ്മ വേദാന്ത് ഫോൺ എടുക്കുന്നില്ല. ഇത് നല്ല കഥയായല്ലോ. അല്ല, അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഇവിടെ ഇരിക്കുമ്പോ അവൻ ആരുമായിട്ട് അവിടെ ബിസി ആയിട്ടിരിക്കുന്നേ? വിക്കി, ആ വേദാന്തിന്റെ വാലായിട്ട് എപ്പോഴും കൂടെയുള്ള ആ സുമേഷ് ഉണ്ടല്ലോ, അവനെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാ എന്താ കാര്യമെന്ന്. അത് പിന്നെ മുത്തശ്ശി, അവനെയും കുറെ നേരമായിട്ട് ഇവിടെ കാണുന്നില്ല. കാണാത്തോണ്ട് ഞാൻ അവനെ വിളിച്ചു നോക്കി, പക്ഷെ കോള് കണക്ട് ആയില്ല. നോക്കൂ കുട്ടികളെ, വേദാന്ത് എവിടെ പോയി എങ്ങോട്ട് പോയി ഒന്ന് അന്വേഷിക്കും. നിങ്ങളവിടെ റെഡി ആവുമായിരുന്നു, അത് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇങ്ങനെ ദേഷ്യപ്പെടില്ല മോളെ, ഞങ്ങള് റെഡി ആയിട്ട് വന്നല്ലോ. പിന്നെ ഇവിടെ ആർക്കാ പ്രശ്നം? അല്ല, ഞങ്ങളൊന്ന് റെഡി ആവാൻ ലേറ്റ് ആയ നാട്ടിലെ എല്ലാ ഭാര്യമാരെയും കുറ്റം പറയാറില്ലേ? ഞങ്ങൾക്കാണെങ്കിൽ ഹെയറും മേക്കപ്പും ഉണ്ട്, നിങ്ങൾക്കതില്ലല്ലോ. എന്റെ പൊന്നനീതി, ഇപ്പൊ നമുക്കിങ്ങനെ വഴക്കുണ്ടാക്കാൻ തീരെ ടൈമില്ല. ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എൻഗേജ്മെന്റ് ഉണ്ട്. കമോൺ. ഫോറിൻ കൺട്രീസിലൊക്കെ 20G വന്നെന്നാ കേട്ടത്. ഇവിടെ നമ്മുടെ നാട്ടില് 5Gയിൽ പോലും പ്രോപ്പർ ആയിട്ട് നെറ്റ്വർക്ക് കിട്ടുന്നില്ല. ഈ സിറ്റിക്കകത്ത് തന്നെ നെറ്റ്വർക്ക് പ്രോബ്ലമാ. എന്നിട്ടാ ഈ ബോസ് നെറ്റ്വർക്ക് പോലും ഇല്ലാത്ത ഈ സ്ഥലത്ത് എൻഗേജ്മെന്റ് നടത്താൻ തീരുമാനിച്ചത്. എന്ത് പറയാനാ, ബോസിന്റെ പ്രശ്നം ബോസ് തീർക്കണം. അല്ലാതെ ബോസിന്റെ പ്രശ്നം എടുത്ത് എന്റെ തലയിൽ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? കാറ് കൊണ്ടുവരാൻ പറഞ്ഞു, അതിന് ക്യാബ് ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഒരാപ്പ് പോലും വർക്ക് ആവുന്നുമില്ല. വന്ന സമയം തൊട്ട് റേഞ്ച് കിട്ടുന്നില്ല എന്ന് ബോസിന്റെ അടുത്ത് പറയാൻ പറ്റുമോ? സിദ്ധാർത്ഥ് സാറിന്റെ അടുത്തോ വിക്കി ബോസിന്റെ അടുത്തോ പറഞ്ഞാൽ അവരിൽ ആരെങ്കിലും ഒരാൾ കാറ് കൊണ്ടുപോകുമല്ലോ. പക്ഷേ ആരുടെ അടുത്തും പറയരുതെന്നല്ല എന്റെ ബോസിന്റെ ഓർഡർ. പിന്നെന്ത് ചെയ്യാനാ? ഒരേ സമയത്ത് ബോസ് എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്? ഒന്നുമല്ല രണ്ടുമല്ല, 100 കണക്കിന് ഓർഡറാ. എനിക്ക് മാത്രം എന്നും എന്താ ഇങ്ങനെ പ്രശ്നങ്ങൾ? ഈ വിഷമങ്ങളെല്ലാം അനുഭവിച്ച് ബോസിന്റെ ചക്രവ്യൂഹത്തിൽപ്പെട്ട് ഞാൻ മരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തിനാ ദൈവമേ മനുഷ്യനോട് ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നത്? അതിന് ഞാൻ എന്ത് പാവമാ ചെയ്തത്? എന്റെ ബോസ് ഒരു കാറും കൊണ്ടാ പോയത്. കാറും കൊണ്ട് പോയിട്ട് വേറൊരു കാറും കൊണ്ട് എല്ലാം പറയുന്നു. ബോസിന്റെ തലയിൽ ഈ വൃത്തികെട്ട ഐഡിയകളൊക്കെ കൊടുക്കുന്നത് നിങ്ങളല്ലേ? ഇപ്പൊ എന്തെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്തേ പറ്റൂ. ബോസിന്റെ തലയിൽ ഈ വൃത്തികെട്ട ഐഡിയകളൊക്കെ കൊടുത്തിട്ട് എനിക്കും അതുപോലെ എന്തെങ്കിലും ഒരു ഐഡിയ തന്നേ പറ്റൂ. എന്റെ വേദ് വരും. വേദ് വരില്ല. വേദ് വരും. വേദ് വരില്ല. എന്റെ വേദ് വരും. വേദ് വരില്ല. വേദ് വരും. വേദ് വരില്ല. വേദ് വരും. വേദ് വരില്ല. എന്റെ വേദ് വരും. വേദ് വരില്ല. വേദ് വരും. വേദ് വരില്ല. വേറെ എന്താണെങ്കിലും ഞാൻ സഹിക്കും. എന്നെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടും നീ വരില്ലെന്നാണോ? അപ്പോ നിന്റെ മനസ്സിൽ ഞാൻ മരിക്കണം എന്നാണല്ലേ ആഗ്രഹം? ഓക്കെ, അങ്ങനെ തന്നെ ആവട്ടെ.
എന്റെ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എങ്ങനെയാണെങ്കിലും എന്റെ വേദ വരുമെന്ന്. ഞാനാ വെറുതെ റിസ്ക് എടുക്കാൻ നിന്ന്. ഒരു 10 സെക്കൻഡ് കൂടി ലേറ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് നിന്നെ കാണാനേ പറ്റില്ലായിരുന്നു. അല്ല 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 അല്ല, നിനക്ക് എന്നെ കാണാൻ പറ്റില്ലായിരുന്നു. അവസാനം എന്റെ വാശി തന്നെ ജയിച്ചു. ഇനി എന്റെ കഴുത്തിൽ നീയായിരിക്കും താലി കിട്ടാൻ പോകുന്നത്. ഇനി ആ പരിണയ സ്വപ്നം കണ്ടായിരിക്കും ഞാൻ ജീവിക്കുന്നത്. കാർ അയക്കാൻ പറഞ്ഞിട്ട് 1 മണിക്കൂറായി. ഇതുവരെ അവൻ അയച്ചിട്ടില്ലേ? ഒരു ടൈം സെൻസും ഇല്ല. ബ്ലഡി ഇഡിയറ്റ്. ജീം ബൂംബ. സമയം നോക്ക്. എത്ര നേരെ കാത്തു നിൽക്കുന്നു? ടൈം സെൻസ് ഇല്ലടോ. എന്ത് റോഡാ ബോസെ? എവിടെ നോക്കിയാലും വണ്ടികൾ മാത്രം. നല്ല റോഡിലാണെങ്കിലോ ഹമ്പുകൾ മാത്രം. അതുകൊണ്ടാ ലേറ്റ് ആയി. ശരി ശരി, വണ്ടിയുടെ കീതാ. ഗിലി 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 ഗിലി. എടോ, വണ്ടിയുടെ കീ ചോദിച്ചപ്പോ താൻ എന്തിനാടോ ഫാക്ടറിയുടെ കീ കൊണ്ട് തന്നെ? വണ്ടിയുടെ കീയാ ബോസ് അത്. ഡ്രൈവർ ഒരു ബാച്ചിലറാ. അതുകൊണ്ടാ എല്ലാ റൂമിന്റെയും കീയും ടോയ്ലറ്റ് കീ, ഡ്രെയിനേജ് കീ എല്ലാം കൂടെ ചേർത്ത് ഒന്നിൽ തന്നെ ഇട്ടേക്കുന്നത്. അല്ല ബോസ്, ബോസിനൊരു വണ്ടി ഉള്ളപ്പോ എന്തിനാ വേറൊരു വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞത്? എന്റെ എൻഗേജ്മെന്റിന് പോകാൻ വേണ്ടി. ഓ, ഈ കാറിന് കംപ്ലൈന്റ് അല്ലേ? ശരി ബോസ്, വാ പോകാം. അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യാം. താൻ എനിക്ക് ഒരു ഹെൽപ്പ് കൂടെ ചെയ്യണം. എന്താണോ പറ്റിയേ? ഒന്നുമില്ല ബോസ്, ഞാനൊന്ന് ഓവർ എക്സൈറ്റഡ് ആയി പോയതാ. അതാ. എന്താ ചെയ്യേണ്ടതെന്ന് പറ ബോസ്. ബോസിന്റെ സേവനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാ എന്റെ ജീവിതം. പക്ഷെ ഈ കാര്യം താൻ ആരോടും പറയരുതേ. നിങ്ങളുടെ ലവ് മാറ്റർ പോലും അണുബോംബ് സൂക്ഷിച്ചു വെച്ചതുപോലെ ഒരു മനുഷ്യനറിയാതെ എന്റെ നെഞ്ചിൽ സൂക്ഷിച്ചു വെച്ചവനാ ഞാൻ. എന്നിട്ടും എന്നെ സംശയിക്കുന്നു ബോസ്. എന്നെ ഒരു ലോക്കലായിട്ട് കാണരുത് ബോസ്. എടോ സുമേഷേ, ഇതത്ര ചെറിയ കാര്യമല്ലടോ. പുറത്തറിഞ്ഞ എന്റെ ജീവിതത്തിന് ആപത്ത്. ഓ, അത്ര വലിയ കാര്യമാണോ ബോസ്? ഞാൻ എന്റെ മീനുവിനോട് പോലും പറയില്ല. ബോസ് ധൈര്യമായിട്ട് പറയും. ഇത്രയൊന്ന് ചെയ്തെന്നാ മതി. ബോസ്, ബോസിന് വേറെ ഇണക്കുരുവി ഉണ്ടല്ലേ ബോസ്? തന്റെ തലയിൽ ഇങ്ങനെ വിവരക്കേട് മാത്രമേ വരുള്ളൂടോ. അമൂല്യ മാത്രമാണ് എന്റെ പെണ്ണ്. താൻ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കണ്ട, പറഞ്ഞു ചെയ്യേ. ഓക്കെ ബോസ്, പക്ഷെ ഇതിന്റെ പേരിൽ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? തനിക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ ബോസ്. ബോസിനെ വിശ്വസിച്ച് ഞാൻ പോകുക. ഓക്കെ ബൈ. സുമേഷ്, കാറിൽ കയറ്. അത് പിന്നെ ഞാൻ മറന്നുപോയതാ ബോസ്. ഞാൻ ശരിക്കും ടെൻഷനായി പോയി. പോകുന്ന വഴിക്കൊരു മസാല ദോശ വാങ്ങി തരുമോ? എനിക്ക് ഞാൻ തരുന്നുണ്ട്, മിണ്ടാതെ കേറ്.
ഞാൻ പറഞ്ഞൊക്കെ ചെയ്യാനുള്ള സമയമായി. താൻ വാ. താൻ ഈ വേഷത്തിൽ വീട്ടിലേക്ക് കയറിക്കോ. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞാൽ മതി. ബോസ്, ഞാൻ ഈ കോട്ട് ഇട്ടപ്പോഴേ ചില കാർട്ടൂണിലൊക്കെ മിസ്റ്റർ ബീൻ വന്നിട്ട് ഡാൻസ് കളിക്കത്തില്ലേ, അതുപോലെ തോന്നുന്നില്ലേ? താൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ കോട്ട് വിട്ട് ഞാൻ ഇത്രയും നാൾ നടന്നപ്പോ കാർട്ടൂൺ പോലെ തോന്നിയോ? ഇപ്പോഴാണോ അത് സുമേഷ്, ഈ കോട്ട് ഇപ്പൊ ആരിട്ടാലും പ്രശ്നമൊന്നുമില്ല. അകത്ത് പോയിട്ടുള്ള പെർഫോമൻസ് ആണ് പ്രധാനം. ബൈ. ഓക്കെ ബോസ്. എടാ സുമേഷ്, നീ എന്റെ എല്ലാ പ്ലാനും നശിപ്പിക്കാറുണ്ട്. പക്ഷെ ഇത് നശിപ്പിക്കാൻ വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. നീ എന്റെ ക്ഷമയെ ഒരുപാട് പരീക്ഷിക്കുന്നുണ്ട്. ഇവിടെയുള്ളത് നിങ്ങളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ അമ്മ സത്യമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. തന്നോട് തീർക്കാൻ ഒരു കടം ബാക്കിയുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അത് എന്ത് വലുതെന്ന് ഞാൻ തീർക്കുമെന്ന് തനിക്ക് നന്നായിട്ട് അറിയാലോ. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. താനും വേദും കൂടി ചേർന്ന് ഡബിൾ ഗെയിം കളിക്കാന്ന് വിചാരിച്ചോ? വീടിന് പുറത്തൊരാൾ വരുന്നു, വീടിനകത്ത് മറ്റൊരാൾ നിൽക്കുന്നോ? ബോസ് പറയുന്ന വാക്കിന്റെ കോമയും കുത്തും വിടാതെ എല്ലാം ചെയ്യാന്നുള്ളതാ എന്റെ ജോലി. വേറൊന്നും ചോദിച്ചില്ല, ബോസ് പറഞ്ഞതുമില്ല. നന്നായിട്ട് നിലവിളിക്കും. അമ്മയെന്നല്ല, തന്റെ വംശം മുഴുവൻ താൻ ഓർക്കണം. ഓർമ്മിപ്പിച്ച് തരാൻ ഞാൻ. ഇഡിയറ്റ്. എന്താ അളിയത്? വേദാന്തിനെ കാണുന്നില്ലല്ലോ. എനിക്കും അതാ മനസ്സിലാവാത്തെ. ഈ സമയത്ത് എവിടെ പോയി എന്ത് ചെയ്യാന്ന് ഒരു പിടിയില്ലല്ലോ. എവിടെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. എന്റെ ചേട്ടാ, ഇത് എവിടെയാ? നീ എവിടെയാണെങ്കിലും ശരി, എന്ത് ചെയ്യണെങ്കിലും ശരി, പക്ഷേ കറക്റ്റ് സമയത്ത് നീ എത്തിയേ പറ്റൂ. ഇന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായി ഈ എൻഗേജ്മെന്റ് മിസ്സായി കഴിഞ്ഞാൽ മുന്നോട്ട് അതിന്റെ കോൺസിക്വൻസസ് എല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരും. സുമേഷിനോട് കാറും കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ട്രാക്ടറും കൊണ്ട് വന്നേക്കുന്നു. ഇപ്പൊ തന്നെ സമയം ലേറ്റ് ആയി. എങ്ങനെയെങ്കിലും അവിടെ എത്തിയേ പറ്റൂ. എന്നെ അളിയാ, അങ്ങോട്ട് നോക്കിയേ. വിക്കി ചേട്ടാ, ആ വരുന്നത് വേദാന്ത് തന്നെയാണോ? സംശയം വേണ്ട, അവൻ തന്നെയാ റൗഡി കൊച്ചെ. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം ഉണ്ടെന്നോ? എന്ത് വ്യത്യാസം? നമ്മൾ ഇതുവരെ ചേട്ടനെ ക്ലാസ് ആയിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ റൗഡി കൊച്ചിനെ കൂടെ കൂടിയിട്ട് അവന് മാസായിപ്പോയി. എന്നാലും ഈ റേഞ്ചിലേക്ക് മാറുമെന്നോ എൻട്രി ട്രാക്ടറിലാക്കുമെന്നോ ഞാൻ വിചാരിച്ചില്ല.
ഏതെങ്കിലും വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ട്രാക്ടറും കൊണ്ട് വന്നേക്കുന്നു. എന്തൊരു ചതിയാ ഇത്. ഈ സുമേഷ് ശരിക്കും പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? ഇവരുടെയൊക്കെ മുന്നിലേക്ക് ഈ ട്രാക്ടർ ഓടിച്ചു വന്ന എന്റെ ഗതികേട്. എടോ സുമേഷ്, തനിക്കാൻ വെച്ചിട്ടുണ്ട്. അതെ, തന്റെ ബോധമൊക്കെ എന്താ നശിച്ചു പോയോ? കുറച്ചെങ്കിലും വിവരമുണ്ടോ നിങ്ങൾക്ക്? ഇന്ന് നമ്മുടെ എൻഗേജ്മെന്റാ. ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഐഡിയ തലയിലുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞേക്ക്. കാര്യം പറയാതെ ഇതുപോലെ ബോധമില്ലാതെ ഓരോന്നും ചെയ്യരുത്. നോക്ക്, ഒരിക്കൽ കൂടി ഞാൻ പറയാ, എന്നെക്കാളും നല്ലൊരു പെണ്ണിനെ നിനക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അമൂല്യ, അങ്ങനെയൊന്നും അല്ല. ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വെച്ചാ, നീ ഒന്നും മിണ്ടണ്ട. എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ കാരണം കാണുമല്ലോ. അല്ല, സ്വന്തം എൻഗേജ്മെന്റിന് ഇങ്ങനെയാണോ വരേണ്ടത്? മാസമാവണമെന്നുള്ളത് സത്യം. എന്നാ ഇങ്ങനെ തരം താഴ്ന്നു പോവരുത്. എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക. മുതിർന്നവരൊക്കെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ലവ് മാരേജിന്റെ എൻഗേജ്മെന്റാ നടക്കാൻ പോകുന്നത്. വീട്ടുകാർ സമ്മതിച്ചത് തന്നെ വലിയ കാര്യം. എന്നിട്ട് നമ്മൾ അവരെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഞാൻ വായാടിയാണ്, അഹങ്കാരിയാണെന്നൊക്കെ അറിഞ്ഞു വെച്ച് നീ ഇത്ര പതുക്കെയാണോ വരുന്നത്? അപ്പൊ എന്റെ ചേച്ചിയെ പോലെ ഞാൻ എങ്ങനെ സോഫ്റ്റ് ആയിരുന്നെങ്കിൽ നീ എന്നെ പിഴിഞ്ഞ് നീര് കുടിച്ചേനല്ലേ? ഞാനതിന് ഒന്നും മിണ്ടാതിരിക്കേ. നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാൻ ഒരുപാട് സമയം ഇനിയും കിട്ടും. കല്യാണം കഴിയുന്നവരൊന്നും ക്ഷമിക്ക്. എൻഗേജ്മെന്റ് നടക്കട്ടെ. വേദാന്തോ ലേറ്റ് ആയി, നീ ലേറ്റ് ആക്കല്ലേ മോളെ. പറഞ്ഞു കൊടുക്ക് സിദ്ധാർത്ഥ്, നീ കഴുതിക്ക് പറഞ്ഞു കൊടുക്ക്. അയ്യോ പൊന്നു മോളെ, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ. ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം. ഞങ്ങൾ പോയിട്ട് വേദാന്തനെ റെഡിയാക്കട്ടെ. അതുവരെങ്കിലും നീ പോയിട്ട് സമാധാനമായിട്ട് അവിടെ ഇരിക്കും. നീ വന്ന് എന്റെ കള്ളച്ചെറുക്കൻ എപ്പോഴും AC കാറിൽ ക്ലാസ് ആയിട്ടേ വരാറുള്ളൂ. എന്നിട്ടിപ്പോ മാസ ലുക്കില് ട്രാക്ടറിലാ വന്നിരിക്കുന്നത്. കാണാൻ തന്നെ എന്ത് അടിപൊളിയായിരുന്നു. എന്റെ ദൃഷ്ടി തന്നെ പതിയാതിരുന്നാ മതിയായിരുന്നു. ആരെങ്കിലും അവനെ നോക്കിയാലുണ്ടല്ലോ അവളുടെ കണ്ണു കുത്തിപ്പൊട്ടിക്കും ഞാൻ. ഞാനൊരു സൈക്കോ ആണെന്ന് അറിഞ്ഞിട്ടും നീ എനിക്ക് ട്രീറ്റ്മെന്റ് തരുമല്ലേ?
ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരു നിമിഷത്തേക്ക് മരിച്ചു കളയാൻ എനിക്ക് തോന്നി. ആവശ്യത്തിന് ഞാൻ അങ്ങനെ ചെയ്താലേ എന്റെ മരണം ആഘോഷിക്കാൻ നീ തന്നെ മുന്നിൽ നിൽക്കുമെന്നോ എനിക്ക് തോന്നി. ഇത്ര വർഷം ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എന്റെ വില നിനക്ക് മനസ്സിലായില്ല അല്ലേ? നീ അത് മനസ്സിലാക്കാതെ ഞാൻ എങ്ങനെ മരിക്കും? എന്തായാലും ഇത്തവണ ഞാൻ നിന്നെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല വേദ്. നീ എന്നും എന്റേത് മാത്രമാണ്, ഞാൻ നിന്റെ പെണ്ണും. എന്തൊക്കെ സംഭവിച്ചാലും ശരി, അതങ്ങനെ തന്നെ ആയിരിക്കും. നിനക്ക് എന്താ എന്നെ കല്യാണം കഴിച്ച പ്രശ്നം? അതൊക്കെ മറന്ന് നീ എന്നെ കല്യാണം കഴിക്കണം. ആൻഡ് ദാറ്റ്സ് മൈ ചലഞ്ച് സ്വീറ്റ് ഹാർട്ട്. ഫാസ്റ്റ്.